അപ്പോൾ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ ഫോണിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അത് റിപ്പയർ ചെയ്യാൻ പോകുമ്പോഴേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് ഗോ. വെറും 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നും കുറച്ചെങ്കിലും സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. ആ 3 സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വളരെ അൺകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പക്ഷേ നിങ്ങൾ ഡേറ്റ ഫുൾ ടൈം ബാക്കപ്പിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രത്തോളം സേഫ്റ്റി കൺസേൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം. രണ്ടാമത്തത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സെൻസിലുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഡിവൈസസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് മോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ റിപ്പയർ മോഡ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം ആ ഒരു സെറ്റിംഗ് ഓണാക്കിയതിന് ശേഷം അത് ഓണാക്കി കൊടുക്കുമ്പോൾ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റയിലിട്ട് ആ ഒരു റിപ്പയർ ചെയ്യുന്ന ആൾക്ക് എൻ്റർ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു മോഡിൽ ഇട്ടതിന് ശേഷം റിപ്പയറിന് കൊടുക്കുകയാണെങ്കിൽ അത്രയും കൂടെ സേഫായിട്ട് നമ്മുടെ ഫോൺ നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് കുറച്ചുകൂടെ ബേസ് ലൈൻ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രതിവിധിയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ പാസ്വേഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുക, റെഡിയാക്കിയതിന് ശേഷം കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്യാം, ഞാനിവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാം എന്നങ്ങോട്ട് പറയാം. നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്യാനുള്ള അതെവിടെ റിപ്പയർ ചെയ്യണം, എങ്ങനെ റിപ്പയർ ചെയ്യണം, ഏത് കാലയളവിൽ റിപ്പയർ ചെയ്യണം എന്നുള്ള റൈറ്റൊക്കെ നിങ്ങളുടെ തന്നെയാണ്. അതൊരാൾക്ക് തന്നാലേ ശരിയാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉണ്ടാവുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഷെയർ ആയിട്ട് വൈഡായിട്ടുള്ളൊരു ആൾക്കാരുടെ അടുത്തോട്ട് എത്തുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ന്യൂഡിറ്റി തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഏത് തരത്തിലുള്ള ഡേറ്റ ആണെങ്കിൽ പോലും നമ്മുടെ പ്രൈവസി ബ്രീച്ച് ചെയ്തിട്ട് അതൊരു കോമൺ പ്ലാറ്റ്ഫോമിലോട്ട് എത്തുന്നത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഈ സ്റ്റെപ്പുകളൊക്കെ എടുത്തുകൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമാക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ റിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് മാത്രം കൊണ്ടുപോയി റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൺവീനിയൻസിന് പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയി ശരിയാക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഓത്തറൈസ്ഡ് റിപ്പയർമെൻറ്റിന് മാത്രം കൊടുക്കുക.